അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹലാലായിട്ടുള്ള എല്ലാ മുറാദുകളും എല്ലാ മഖ്സൂദുകളും എല്ലാ ഉദ്ദേശങ്ങളും അവൻ്റെ കൃപ കൊണ്ട് നമുക്ക് സാധിപ്പിച്ചു തരട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം അകറ്റട്ടെ. അവൻ്റെ നല്ല ഇബാദുകളിൽ ഉത്തമ അടിമകളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ശരിക്കും എക്സൈറ്റഡ് ആണ്, അല്ലെങ്കിൽ ശരിക്കും സർപ്രൈസ്ഡ് ആണ്. കാരണം സ്വലാത്ത് എന്നതിൻ്റെ ഫലങ്ങൾ, സ്വലാത്ത് എന്നതിൻ്റെ മഹത്വങ്ങൾ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഇങ്ങനെ ചെയ്യുമ്പോൾ, നമ്മളിങ്ങനെ ഇടുമ്പോൾ, ഓരോരുത്തരുടെ അനുഭവങ്ങൾ കാണുമ്പോൾ ശരിക്കും ഐ ആം സോ ഹാപ്പി. ഞാൻ വളരെയധികം സന്തോഷമാണ്. അത് ശരിക്കും എൻ്റെ ക്രെഡിറ്റ് അല്ല, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഈ ഒരു സ്വലാത്തിൻ്റെ ഫലമാണ്. നമ്മൾ ഇതുപോലത്തെ ഓരോരോ സ്വലാത്തുകളുടെ ഫലങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ഫലങ്ങൾ നമ്മൾ കേട്ട് അത് ജീവിതത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ, ആ സ്വലാത്തുകൾ മനസ്സറിഞ്ഞ് ചൊല്ലുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഫലങ്ങൾ മാഷാ അല്ലാഹ്, അള്ളാഹു ഉറപ്പായിട്ടും അതിലൂടെ നമുക്ക് ഫലങ്ങൾ തരും എന്നുള്ളതാണ് സത്യം. അതാണ് യാഥാർത്ഥ്യം. നമുക്ക് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഫലം ഉറപ്പാണ്. ജസ്റ്റ് ഒന്ന് ചൊല്ലിയൊക്കെ ഫലം കിട്ടുകയാണെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടണ്ട, അല്ലെങ്കിൽ നഷ്ടമൊന്നുമില്ലല്ലോ എന്ന രീതിക്കാണെങ്കിൽ ഫലം കിട്ടില്ല. നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫലം കിട്ടും. എന്താണെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് ഫലങ്ങൾ നമ്മൾ പറഞ്ഞ, ഒരുപാട് പ്രാവശ്യം നമ്മുടെ ചാനലിൽ നമ്മൾ ഷെയർ ചെയ്ത സ്വലാത്തുൽ ഫാത്തിമിയ എന്ന് പറയുന്ന സ്വലാത്ത്, ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 ദിവസം മുമ്പും കൂടി നമ്മൾ സ്വലാത്തുൽ ഫാത്തിമയുടെ ഫലങ്ങളും മഹത്വങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഈ സ്വലാത്തുൽ ഫാത്തിമിയെ ചൊല്ലിയിട്ടുണ്ടായ അനുഭവങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നത്. 2 വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഫലങ്ങൾ, കുറച്ച് അനുഭവങ്ങൾ ഓരോരുത്തർ പങ്കുവെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ആക്കുന്നത്. സ്ക്രീനിൽ കാണാൻ കഴിയും ഓരോരുത്തർ പങ്കിട്ട അവരുടെ അനുഭവങ്ങൾ. ഒരാൾ പറയാണ്, ഞാൻ 1,00,000 സ്വലാത്ത് ഫാത്തിമിയ ചൊല്ലാൻ കരുതി, മക്കത്തും മദീനയിലും എത്താൻ വേണ്ടിയായിരുന്നു. അൽഹംദുലില്ലാഹ് 50,000 ആയപ്പോഴേക്കും അവിടെ എത്തി. അൽഹംദുലില്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കി, മക്കത്തും മദീനത്തും എത്താൻ വേണ്ടിയിട്ട് 1,00,000 സ്വലാത്തുൽ ഫാത്തിമിയ ആൾ നിയ്യത്താക്കി. അങ്ങനെ 50,000 സ്വലാത്തുൽ ഫാത്തിമിയ ചൊല്ലി തീർന്നപ്പോഴത്തേനും അള്ളാഹു അവൻ്റെ കൃപ കൊണ്ട് ആ വ്യക്തിക്ക് മക്കത്തും മദീനയിലേക്കും എത്താനുള്ള സൗഭാഗ്യം കൊടുത്തു. മാഷാ അല്ലാഹ്, വഫഖനല്ലാഹ്. അള്ളാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. അതുപോലെ മറ്റൊരാൾ പറയുന്നുണ്ട്, ഞാനും നിയ്യത്ത് ചെയ്ത് ചൊല്ലി തുടങ്ങി, അഥവാ സ്വലാത്തുൽ ഫാത്തിമിയ അവരും തന്നെ ഇങ്ങനെ നിയ്യത്ത് ചെയ്ത് തുടങ്ങി. 50,000 തികഞ്ഞപ്പോൾ അവരും മദീനത്തെത്തിയിരുന്നു. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കി, സ്വലാത്തിലുള്ള വിശ്വാസം അവർക്ക് പൂർണ്ണമായിട്ടും രക്ഷ കൊടുത്തു, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി, യാഥാർത്ഥ്യം. അതുപോലെ മറ്റൊരാൾ പറയുന്ന ഒരു വ്യത്യസ്ത അനുഭവമാണ്, എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വലാത്തുൽ ഫാത്തിമ നേർച്ചയാക്കിയിരുന്നു. 50,000 ആയപ്പോഴേക്കും നല്ല ഒരു കല്യാണം വന്നു. 70,000 ആയപ്പോൾ നിശ്ചയം നടന്നു. ഇതാണ് സ്വലാത്ത്. എന്നിട്ട് ആ വ്യക്തി പറയുന്നുണ്ട്, മുറുകെ പിടിച്ചോളിന്ന്. കാരണം ആ വ്യക്തിയുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ മറ്റൊരാളുടെ അനുഭവമാണ്, ചൊല്ലിക്കോ ഉറപ്പാണ്, അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്, ചൊല്ലിത്തീരുന്നതിന് മുമ്പ് കാര്യം നടക്കും. മദീനത്ത് പോകാൻ നിയ്യത്ത് ചെയ്ത് തുടങ്ങി, 50,000 ആകുമ്പോൾ തന്നെ എനിക്ക് മദീനത്ത് എത്താൻ പറ്റി. അൽഹംദുലില്ലാഹ്. ഇനിയും ഒരുപാട് പ്രാവശ്യം പോകാൻ ഭാഗ്യം നൽകണമേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ നമുക്കും ഒരുപാട് അനുഭവങ്ങൾ ലഭിക്കും. എങ്ങനെ? നല്ല വിശ്വാസത്തോടുകൂടെ, നല്ല യഖീനോടുകൂടെ നമ്മൾ ഈ സ്വലാത്ത് മുറുകെ പിടിക്കുകയാണെങ്കിൽ. സ്വലാത്തുൽ ഫാത്തിമിയ ഇതാണ്, അല്ലാഹുമ്മ സ്വല്ലി അല നൂരി വ അഹ്ലി വഫഖനല്ലാഹ്. കുറച്ചുകൂടെ അനുഭവങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. കൂടുതൽ വീഡിയോ ലെങ്ത് ആവണ്ട എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്റ്റേ ട്യൂൺഡ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.